നല്ല കാച്ചിയ വെളിച്ചെണ്ണ ഉണ്ടാക്കിയാലോ? ഇത് കഴിഞ്ഞ വെക്കേഷൻ ഉണ്ടാക്കിയതാട്ടോ. നല്ല ബെനിഫിറ്റ്സ് ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഈ വീഡിയോ ആയിട്ട് ചെയ്തത്. ഇൻഗ്രീഡിയൻസ് നോക്കിയാലോ? നാടൻ വെളിച്ചെണ്ണയും, നെല്ലിക്ക, ചെമ്പരത്തിപ്പൂവ്, ചെമ്പരത്തി ഇല, കറിവേപ്പില, കൂടാതെ മുക്കുറ്റി, പനിക്കുറുക്ക, ചെറിയുള്ളി, കറ്റാർ വാഴ, തുളസി, വേപ്പ്, കഞ്ഞെണ്ണി എന്നീ ഐറ്റംസും നമ്മൾ ഇതിൽ ഉപയോഗിക്കേണ്ടതാണ്. ഇതെല്ലാം തന്നെ അരച്ചാണ് നമ്മൾ ചേർക്കുന്നത്. മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ഇൻഗ്രീഡിയൻ്റ് ആണ് ഉലുവ. അത് വെള്ളത്തിൽ വെച്ചിട്ട് നമ്മൾ അരച്ചുപയോഗിക്കുന്നു. കൂടാതെ കറ്റാർ വാഴയൊക്കെ നാടനായിട്ടുള്ളത് തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഈ കാണുന്ന പൗഡറുകളൊക്കെ ഞങ്ങൾ ആയുർവേദ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. നീലാമരി, ബ്രഹ്മിപ്പൊടി, മൈലാഞ്ചിപ്പൊടി, ഭൃംഗരാജ പൗഡർ, ഇതൊക്കെ നമ്മുടെ ഹെയറിന് ഗ്രോത്തിന് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ നന്നായിട്ട് കഴുകിയ ശേഷം മിക്സിയിലിട്ട് നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നല്ല പേസ്റ്റ് രൂപത്തിലാക്കിയ ശേഷം എല്ലാ ഇൻഗ്രീഡിയൻസും മിക്സ് ചെയ്തിട്ട് വെളിച്ചെണ്ണയിലേക്ക് ചേർക്കുകയാണ് ചെയ്യുന്നത്. ഞങ്ങൾ ചെയ്തത് ഇത് ഞങ്ങളുടെ അമ്മമ്മയുടെ മേൽനോട്ടത്തിലാണിത് ഈ കാച്ചിയ വെളിച്ചെണ്ണ ഉണ്ടാക്കിയത്. ഇതാണ് കറക്റ്റ് രീതി എന്നൊന്നുമില്ല. ഇത് അവർ ഫോളോ ചെയ്തു, ഞങ്ങളും അത് ഫോളോ ചെയ്തു. ഇത് നമ്മൾ നമ്മളുടേതായ രീതിയിലാണ് അരച്ചെടുത്തിരിക്കുന്നത്. ആദ്യം ഇന്നത് അരക്കണം, ആദ്യം സെക്കൻഡ് ഇന്നത് അരക്കണം എന്നൊന്നും ഒരു റൂൾസും ഇല്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ചെയ്യാവുന്ന. അവസാനം എല്ലാം ഒരുമിച്ച് ചേർത്ത് മിക്സ് ചെയ്തിട്ടാണ് നമ്മളിത് വെളിച്ചെണ്ണയിലോട്ട് ചേർക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാവുന്നതാണ്. എല്ലാം അരച്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളിവിടെ അടുപ്പ് കത്തിച്ചിട്ടാണ് ചെയ്തത്. മാക്സിമം അടുപ്പിൽ ചെയ്യുന്നതാവും കൂടുതൽ ഉത്തമം. ഞങ്ങളിവിടെ ഉരുളിയിൽ 3 ലിറ്റർ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് ചൂടായതിന് ശേഷം, നന്നായിട്ട് ചൂടായാൽ കുറച്ച് ചൂടായതിന് ശേഷം ആ മിക്സ് ചെയ്ത മിശ്രിതം അതിലോട്ട് ഒഴിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. എപ്പോഴും ഇളക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അടുക്കി പിടിക്കാൻ സാധ്യത ഉള്ളതിനാൽ നന്നായിട്ട് ഇളക്കുക. നമ്മൾ ഈ വെളിച്ചെണ്ണയിലേക്ക് അരച്ച് ചേർക്കുന്ന മിശ്രിതത്തിൻ്റെ കൂടെ അത്യാവശ്യം വെള്ളം ചേർത്ത് അരച്ച് എടുക്കുന്നതാവും കൂടുതൽ നല്ലത്. കാരണം നന്നായിട്ട് വറ്റുമ്പോൾ വെളിച്ചെണ്ണ വറ്റാതെ വെള്ളം വറ്റി അത് കുറുകിയാണ് വരുന്നത്. ഈ കാണിക്കുന്നതാണ് നമ്മുടെ അമ്മമ്മയാണ് എല്ലാം നമ്മളെ ഇൻസ്ട്രക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വെളിച്ചെണ്ണ കുറച്ച് ചൂടായതിന് ശേഷമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പൊടികൾ ഇതിലോട്ട് ആഡ് ചെയ്യുന്നത്. അതായത് ഭൃംഗരാജ, ബ്രഹ്മി, നീലാമരി, മൈലാഞ്ചിപ്പൊടി, ഈ പൊടികൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിലോട്ട് ചേർക്കുകയാണ് ചെയ്യുന്നത്. ഇത് നേരത്തെ ആഡ് ചെയ്യാത്തതിൻ്റെ കാരണം ഇത് പെട്ടെന്ന് തന്നെ പൊടി ആയതിനാൽ ഇത് പെട്ടെന്ന് തന്നെ കറുത്ത് വരാനുള്ള ചാൻസ് കൂടുതലായതുകൊണ്ടാണ് കുറച്ച് ചൂടായതിന് ശേഷം ചേർക്കുന്നത്. ഈ പറഞ്ഞ ഇലകളൊക്കെ തന്നെ നിങ്ങൾക്ക് നാട്ടിൻപുറങ്ങളിൽ കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് അത് തന്നെ ഉപയോഗിക്കാവുന്നതാണ്, അരച്ച് ചേർക്കാവുന്നതാണ്. ഇത് ഞങ്ങൾക്ക് കിട്ടാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഷോപ്പിൽ പോയിട്ട് വാങ്ങിച്ചത്. ആയുർവേദിക് ഷോപ്പിൽ നിന്ന് കിട്ടിയ മറ്റൊരു ഔഷധക്കൂട്ടാണിത്. ഇത് അവർ ഹെയർ ഗ്രോത്തിന് നല്ലതാണെന്ന് പറഞ്ഞിട്ട് പ്രത്യേകം തന്നതാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ അതും കൂടെ ഇതിൽ ചേർക്കുന്നത്. സപ്പോസ് നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ നിങ്ങൾ അവരുടെ അടുത്ത് നിന്ന് വാങ്ങിക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ നന്നായിട്ട് ചൂടായതിന് ശേഷമാണ് അത് ചേർക്കേണ്ടത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തീ കത്തിക്കുന്നതായിരിക്കും ഉത്തമം. പിന്നെ ഞങ്ങൾ ഈ വെളിച്ചെണ്ണ ചെയ്യാനെടുത്തത് 3 ദിവസമാണ്. അതായത് ഫസ്റ്റ് ദിവസം ഇങ്ങനെ തിള വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞങ്ങൾ വാങ്ങി വെക്കുകയാണ് ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നെക്സ്റ്റ് ഡേ അതേ സമയത്ത് തന്നെ വീണ്ടും ഒന്നും കൂടെ തീ കത്തിച്ച് ഒരു നല്ല രീതിയിൽ തിളപ്പിക്കും. ഏകദേശം ഒന്ന് വറ്റി വരുമ്പോൾ നമ്മൾ വീണ്ടും അത് വാങ്ങി വെച്ചിട്ട് 3-ാമത്തെ ദിവസമാണ് നമ്മൾ ഈ എണ്ണ ഒന്നും കൂടെ തിളച്ച് അതിൻ്റെ പാകം, അതായത് കറക്റ്റ് പാകം എത്തിയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് നമ്മൾ അത് വാങ്ങി വെച്ചത്. ഇതൊക്കെ പരമ്പരാഗതമായ രീതിയിൽ ചെയ്തതാണ്. അതായത് ഞങ്ങളുടെ അമ്മമ്മയൊക്കെ പറഞ്ഞ് 3 ദിവസം എടുത്തിട്ടാണ് ഒരു വെളിച്ചെണ്ണ കറക്റ്റായ അതിൻ്റെ പാകം എത്തുന്നതെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ ആ രീതിയിൽ ചെയ്തത്. 3-ാമത്തെ ദിവസം നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് അത് നന്നായിട്ട് തിള വരുമ്പോൾ അതിൻ്റെ പാകം എത്തിയെന്ന് നമുക്ക് ഒരു ചെറിയ ഡൗട്ട് വരുന്ന സമയത്ത് നമ്മൾ കുരുമുളക് ചെടിയുടെ ഇല എടുത്തിട്ട് നമ്മൾ അതിലോട്ട് ഇട്ട് നോക്കുമ്പോൾ നമുക്ക് ആ ഒരു പൊട്ടുന്ന സൗണ്ട് കേൾക്കുവാണെങ്കിൽ അത് പാകമായി എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ നോക്കിയിട്ട് അത് പാകമായി എന്ന് മനസ്സിലായപ്പോൾ നമ്മളതെടുത്ത് മാറ്റി വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം തന്നെ അരിച്ച് എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. സോ ഒന്ന് ചെറിയ ചൂട് മാറിയ സമയത്ത് നമ്മളെല്ലാം കൂടെ ഒന്ന് അരിച്ച് മാറ്റി വെച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഏകദേശം 3.25 ലിറ്റർ വെളിച്ചെണ്ണ എടുത്തിട്ട് നമുക്കൊരു 1.5 ലിറ്റർ കാച്ചിയ വെളിച്ചെണ്ണയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്.
വെളിച്ചെണ്ണ കാച്ചുമ്പോൾ എപ്പോഴും കറക്റ്റ് പാകം എത്തിയില്ലെങ്കിൽ നമുക്ക് ജലദോഷമൊക്കെ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ആ കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക. ഞങ്ങൾക്ക് നല്ല രീതിയിൽ ബെനിഫിറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾക്ക് ഹെയർ ഗ്രോത്തും പിന്നെ മുടി കൊഴിച്ചിലൊക്കെ നല്ല രീതിയിൽ കുറവുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക.